ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം കേട്ടോ. ലാമിക്കുട്ടീൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നാൽ നമ്മൾ വീണ്ടും പുതിയൊരു ഡിഷായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് വീഡിയോയിൽ കാണുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാം, നമ്മളെ കോഴിക്കോട് ബീച്ചിലും തട്ടുകടകളിലൊക്കെ കിട്ടുന്ന ഗ്രീൻ പീസ് മസാലയാണ്. ഇത് ഭയങ്കര ടേസ്റ്റുള്ളൊരു സംഭവമാണ്. ഒരു പ്രാവശ്യം ഉണ്ടാക്കി കഴിച്ചാൽ പിന്നെ നമ്മൾ ഡെയിലി ഇത് തന്നെ ഉണ്ടാക്കും. അത്രയും ടേസ്റ്റുള്ളൊരു സാധനമാണ്, ഓവർ മസാലയൊന്നും ഇല്ലാത്ത. ഇത് ഞാനുണ്ടാക്കിയതുകൊണ്ട് പറയില്ല, ഒടുക്കത്തെ ടേസ്റ്റ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതിൻ്റെ റെസിപ്പി ഞാൻ പറഞ്ഞുതരാം. ഞാനിതിന് ഒരുപാട് മസാലയൊന്നും ഉപയോഗിക്കാതെ സിമ്പിളായിട്ട്, വളരെ സിമ്പിളായിട്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഗ്രീൻ പീസ് കുതിർത്ത് വെച്ചത് നന്നായിട്ട് കഴുകിയിട്ട് കുക്കറിലേക്ക് ഇടുക. ഒരു 2 വിസിലടുപ്പിച്ചെടുക്കുക. ഒരുപാട് വെന്തുടഞ്ഞു പോകരുത്. എന്നിട്ട് അത്യാവശ്യം വലിപ്പമുള്ളൊരു സവാള എടുക്കുക. സവാള തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയായിട്ട് എടുക്കുക. എന്നിട്ടൊരു പാത്രം എടുക്കുക. അതിനകത്ത് എണ്ണ ഒഴിച്ചിട്ട് ചൂടാവാൻ വെക്കുക. എണ്ണ ചൂടായി വരുമ്പോൾ നമ്മൾ അകത്തേക്ക് നേരത്തെ എടുത്ത് വെച്ച സവാള ഉണ്ടല്ലോ, സവാളയും അതിൻ്റെ കൂട്ടത്തിൽ 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും. സവാള നമ്മൾ അരിയുന്ന സമയത്ത് കനം കുറച്ച് ചെറുതാക്കി പൊടിയാക്കി അരിയണം. നീളത്തിൽ അരിയാണ്ട്, നമ്മൾ കറിക്കൊന്നും അരിയുന്ന പോലെ നീളത്തിൽ അരിയാണ്ട് പൊടിയാക്കി അരിഞ്ഞെടുക്കണം. എന്നിട്ട് നമ്മൾ അടുപ്പത്ത് വെച്ച പാത്രം ഉണ്ടല്ലോ, അതിനകത്തേക്ക് ഈ സവാളയും പച്ചമുളകും കൂടെ ഇടും. ഇട്ടിട്ട് അതിനകത്ത് ലേശം ഒരു ഉപ്പും ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. ഒരുപാട് വഴറ്റി അങ്ങ് വാടി ഇതായി പോകണ്ട, ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുക. എന്നിട്ട് അതിനകത്തേക്ക് നമ്മൾ ലേശം ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചത് അതിട്ടിട്ട് ഒന്നും കൂടി ഇളക്കുക. അത് ഇളക്കി കഴിഞ്ഞ ശേഷം നമ്മളൊരു ഇത്തിരി കുരുമുളക് എടുത്തിട്ടുണ്ട്. ഒരുപാട് മസാല ആയാൽ ഇതിൻ്റെ ഒരു നല്ല ഒരു ടേസ്റ്റ് കിട്ടില്ല കേട്ടോ. അതുപോലെ ലേശം മഞ്ഞൾപ്പൊടി ഒക്കെ കുറച്ച് മതി, ഒരു 1/4 ടീസ്പൂൺ വീതം മതി. കുരുമുളകായാലും മഞ്ഞൾപ്പൊടി ആയാലും. പിന്നെ ഞാൻ അതിൻ്റെ കൂട്ടത്തിൽ ഒരു ഇത്തിരി ഗരം മസാലയും ചേർക്കുന്നുണ്ട്. നമ്മൾ കുക്കറിൽ വേവിച്ച് വെച്ച ഗ്രീൻ പീസ് ഉണ്ടല്ലോ, അതെടുത്തിട്ട് എന്നിട്ട് ഇതിനകത്തേക്ക് ഇടാം. ഇതിനകത്തേക്ക് ഇട്ടിട്ട് അതും ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. അതൊന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഇതിനകത്തേക്ക് മുട്ട ഒഴിക്കണം. മുട്ട ഒഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ 3 മുട്ട എടുത്തിട്ടുണ്ട്. 3 മുട്ട മുട്ട വേണമെങ്കിൽ നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. മുട്ട കൂട്ടുമ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റ് കൂടും. മുട്ട കുറച്ചാൽ ഇച്ചിരി ടേസ്റ്റ് കുറയും. അപ്പോൾ നമുക്ക് എങ്ങനെയാണോ ഇഷ്ടം നമ്മൾ അതിനനുസരിച്ച് എടുത്താൽ മതി മുട്ടയൊക്കെ കേട്ടോ. മുട്ട ഇട്ടിട്ട് ഞാനത് നന്നായിട്ട് ഇളക്കി ഇതാക്കി എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ലേശം കറിവേപ്പില പൊടിയായിട്ട് അരിഞ്ഞതും. പിന്നെ ഇവിടെ എൻ്റെ അടുത്ത് മല്ലിച്ചപ്പില്ലാത്തതുകൊണ്ട് നമുക്കിവിടെ മൈസൂർ മല്ലി എന്ന് പറഞ്ഞിട്ടൊരു സാധനം കിട്ടും, ഒരില കിട്ടും. നാട്ടിലൊക്കെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അതും കൂടെ ചേർത്തിട്ടുണ്ട്. ലേശം നാരങ്ങ നീരും ചേർത്തിട്ടുണ്ട്. ഞാൻ ഈ ഉപയോഗിച്ച മൈസൂർ മല്ലി ശരിക്കും മല്ലിച്ചപ്പിൻ്റെ അതേ ഗുണവും മണവും ടേസ്റ്റും ഒക്കെ തന്നെയാണ് കേട്ടോ. ഇത് നമ്മളെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഗ്രീൻ പീസ് മസാല നല്ല അടിപൊളി ടേസ്റ്റുള്ള മസാലയാണ്. ശരിക്കും പറഞ്ഞാൽ ബീച്ചിലൊക്കെ കിട്ടുന്ന ഈ ഗ്രീൻ പീസ് മസാലയൊക്കെ മാറി നിൽക്കും നമ്മൾ ഇതേപോലെ വീട്ടിലുണ്ടാക്കുകയാണെങ്കിൽ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. വീഡിയോ ലൈക്ക് ചെയ്യണം. അടുത്ത റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ.